ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ചെയിൻ റൂൾ 3 ആണ്, തിയറം 14.3. എന്താണ് തിയറം എന്നുള്ളത് നോക്കാം. ലെറ്റ് ക്യാപിറ്റൽ എഫ് മാപ്സ് ഫ്രം Rn to Rm ആൻഡ് ലെറ്റ് എ മാപ്സ് ഫ്രം R1 to Rn be C' functions. Then the composite function g of t equal to f of a of t is a C' function from R1 to Rm and gi dash of t equal to sigma over j dou fi by dou xj a1 of t, a2 of t, etc. an of t into aj dash of t, that is equal to dfi of a of t dot a dash of t. Putting all these component conditions together, we obtain the vector equation g dash of t equal to d of f composition a of t equal to df of a of t dot a dash of t. അപ്പോൾ എന്തൊക്കെയാണ് തന്നിട്ടുള്ളത് എന്നുള്ളത് നോക്കാം. നിങ്ങൾക്ക് ക്യാപിറ്റൽ എഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ Rn നിന്ന് Rmലേക്ക് തന്നിട്ടുണ്ട്. സ്മോൾ എ എന്ന് പറയുന്ന ഫംഗ്ഷൻ R1 നിന്ന് Rnലേക്ക് തന്നിട്ടുണ്ട്. ഇവർ രണ്ടുപേരും C' ഫംഗ്ഷൻസ് ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. C' ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, അതായത് കണ്ടിന്യൂസ്ലി ഡിഫറൻഷ്യബിൾ ആയിട്ടുള്ള ഫംഗ്ഷൻസിൻ്റെ കളക്ഷനാണ്. എന്ന് വെച്ചാൽ ഈ രണ്ട് ഫംഗ്ഷൻസിൻ്റെയും ഫസ്റ്റ് ഡെറിവേറ്റീവ് എടുത്തു കഴിഞ്ഞാൽ ആ ഫംഗ്ഷൻസും കണ്ടിന്യൂസ് ആയിരിക്കും. ഓക്കെ, അങ്ങനെയെങ്കിൽ നിങ്ങൾ ഒരു എഫ് കോമ്പോസിഷൻ എ എന്ന് പറയുന്ന ഫംഗ്ഷനെ ജി എന്ന് വിളിക്കാൻ പോവുകയാണ്. അപ്പോൾ ജി എവിടുന്ന് എവിടേക്കുള്ള ഫംഗ്ഷൻ ആയിരിക്കും? ആറിൽ നിന്ന് Rmലേക്കുള്ള ഫംഗ്ഷൻ ആയിരിക്കും. അങ്ങനെയുള്ള ആ ഫംഗ്ഷനിൻ്റെ കമ്പോണൻസിനെ നമ്മൾ G1, G2, എക്സെട്ര GM എന്ന് വിളിക്കുകയാണെങ്കിൽ ആ ഓരോ കമ്പോണൻറ്റിൻ്റെ ഡെറിവേറ്റീവും ഈ വാല്യൂവിനോട് ഈക്വൽ ആണെന്നും, അങ്ങനെ ഈ കമ്പോണൻസിനെ എല്ലാം ചേർത്ത് വെച്ചാൽ നമുക്ക് ഫുൾ ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ്, അതായത് ജിയുടെ ഡെറിവേറ്റീവ് ഈ വെക്ടർ ഇക്വേഷൻ റെപ്രസെൻറ്റ് ചെയ്യുന്നു എന്നുമാണ് പറയുന്നത്. അപ്പോൾ ഇത് എങ്ങനെയാണെന്നുള്ളത് നോക്കാം. അപ്പോൾ തന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഒന്നും കൂടി എടുത്തെഴുതുകയാണ്. ക്യാപിറ്റൽ എഫ് Rn നിന്ന് Rmലേക്ക് എന്ന് വെച്ചാൽ ഏതൊരു എക്സ് ബിലോങ്സ് ടു Rn എടുത്താലും നിങ്ങൾക്ക് ഈ രീതിയിൽ എഴുതാൻ പറ്റും. ഇവിടെ എക്സ് എന്ന് പറയുമ്പോൾ എക്സ് Rnലെ ഒരാളാണ്. അപ്പോൾ അത് ഇറ്റ് ക്യാൻ ബി റെപ്രസെൻറ്റഡ് ആസ് ആൻ എൻ ടപ്പിൾ x1, x2, എക്സെട്ര xn എന്ന് പറഞ്ഞിട്ട് എഴുതാനായിട്ട് സാധിക്കും. ഇനി എ എവിടെ നിന്ന് എങ്ങോട്ടുള്ള ആളാണ്? R1 നിന്ന് Rnലേക്കാണ്. അപ്പോൾ അത് എഗെയിൻ ഒരു എൻ ടപ്പിളാണ്. അതിന് നമ്മളിപ്പോൾ എ ഓഫ് ടി ആയിട്ട് വിളിക്കുകയാണെങ്കിൽ ഓരോ കമ്പോണൻസും A1 of t, A2 of t, എക്സെട്ര an of t എന്ന് എഴുതാനായിട്ട് സാധിക്കും. ജി എന്ന് പറഞ്ഞാൽ എഫ് കോമ്പോസിഷൻ എ ആണെന്ന് പറഞ്ഞു, അതായത് ആറിൽ നിന്ന് Rmലേക്കാണ്. അതുകൊണ്ട് അതും ഒരു എം ടപ്പിളായിരിക്കും. ഈ രൂപത്തിലായിട്ട് നമുക്ക് എഴുതാനായിട്ട് പറ്റുമെന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പോൾ ജി ഓഫ് ടി പറയുമ്പോൾ എഫ് കോമ്പോസിഷൻ എ ഓഫ് ടി, ദാറ്റ് ഈസ് എഫ് ഓഫ് എ ഓഫ് ടി അല്ലേ. എഫ് എന്ന് പറഞ്ഞാൽ ഇതാണല്ലോ, എക്സിൻ്റെ സ്ഥാനത്ത് ഇവിടെ വന്നിരിക്കുന്നത് എ ഓഫ് ടി. അപ്പോൾ എക്സിനൊക്കെ പകരം ഞാൻ അവിടെ എ ഓഫ് ടി ഇട്ട് കൊടുക്കുന്നു. ഓക്കെ, അപ്പോൾ ഈ രണ്ട് ഇക്വേഷൻസും ഞാൻ കമ്പയർ ചെയ്യുകയാണെങ്കിൽ എനിക്ക് ഓരോ കമ്പോണൻസും ഈക്വലായേ പറ്റും അല്ലേ. അപ്പോൾ G1 എന്ന് പറഞ്ഞാൽ F1 ഓഫ് എ ഓഫ് ടി ആയിരിക്കും, G2 F2 ഓഫ് എ ഓഫ് ടി ആയിരിക്കും. അപ്പോൾ ഇൻ ജനറൽ പറയുകയാണെങ്കിൽ GI ഓഫ് ടി ഈക്വൽ ടു FI ഓഫ് എ ഓഫ് ടി അല്ലേ. എ ഓഫ് ടിയുടെ വാല്യൂ ഒന്ന് ഞാൻ ഇവിടെ ഇതാക്കി ഇട്ട് കൊടുക്കണം, അതായത് ഈസ് FI ഓഫ് A1 ഓഫ് ടി, A2 ഓഫ് ടി, എക്സെട്ര AN ഓഫ് ടി. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ ക്യാപിറ്റൽ എഫും സ്മോൾ എയും C' ഫങ്ഷൻസ് ആയതുകൊണ്ട് കോമ്പോസിഷൻ ഓഫ് എന്താ പറയുക, ഡിഫറൻഷ്യബിൾ ഫങ്ഷൻസ് ഡിഫറൻഷ്യബിൾ ആണ് എന്നറിയാവുന്നത് കൊണ്ട് നമ്മുടെ GI ഡാഷ് ഓഫ് ടി കണ്ടുപിടിക്കുക നമുക്ക് എളുപ്പമായിരിക്കും. കാരണം നമ്മുടെ ജി എന്ന് പറയുന്നത് ഡിഫറൻഷ്യബിൾ ആണ് എന്നുള്ളത് നമുക്ക് അറിയാം. കാരണം നേരത്തെ ഞാൻ പറഞ്ഞതുകൊണ്ട് എഫും എയും C' ആയതുകൊണ്ട് ജിയും ഒരു C' ഫങ്ഷൻ തന്നെയായിരിക്കും എന്ന് പറയാം. അത് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് GI ഓഫ് ടി ഇങ്ങനെയല്ലേ, ഇനി ഓരോ കമ്പോണൻസ് എന്താണെന്ന് കണ്ടുപിടിക്കാം. അപ്പോൾ GI ഡാഷ് ഓഫ് ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഇവിടെ നോക്കുക, FI അല്ലേ. അപ്പോൾ FI എന്ന് പറയുന്ന ഫംഗ്ഷൻ എന്ന് പറയുന്ന ആ കമ്പോണൻറ്റിൽ നിങ്ങൾക്ക് x1, x2, എക്സെട്ര xn ഉണ്ട്. ഇവിടെ നിന്ന് ഇവിടെ ഉണ്ട്. ആ ഓരോ എക്സും x1, x2, എക്സെട്ര xn ആയതുകൊണ്ട് ഓരോ FIക്കകത്തും ആരുണ്ട്? XIകളുണ്ട്. അതായത് ഓരോ FIക്കകത്തും x1, x2, എക്സെട്ര xnകളുണ്ട്. ആ ഓരോരുത്തരും ഫങ്ഷൻ ഓഫ് ആരാണ്? ടി ആണ്.
സോ മൊത്തത്തിൽ ടി മാറുമ്പോൾ ഇവർ മാറും, പക്ഷെ ടി മാറുമ്പോൾ ആദ്യം എക്സ് ഐ ഓഫ് ടി മാറും, അതനുസരിച്ച് നിങ്ങളുടെ എഫ് ഐസ് മാറും. അപ്പോൾ ചുരുക്കത്തിൽ ഇപ്പോൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ജി ഐ ഓഫ് ടി എന്ന് പറഞ്ഞാൽ എഫ് ഐ ഓഫ് ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാനായിട്ട് പറ്റുക എന്താണെന്ന് വെച്ചാൽ ജി ഐ ഡാഷ് ഓഫ് ടി എന്ന് പറഞ്ഞാൽ ഡോ എഫ് ഐ ബൈ ഡോ എക്സ് വൺ ഇൻറ്റു എ വൺ ഡാഷ് ഓഫ് ടി പ്ലസ് ഡോ എഫ് ഐ ബൈ ഡോ എക്സ് ടു at this point into a2 dash of t plus etc plus എന്ന് പറഞ്ഞ് നമുക്ക് എഴുതാനായിട്ട് പറ്റും. ഡോ എഫ് ഐ ബൈ ഡോ എക്സ് എൻ അറ്റ് ദിസ് പോയിന്റ് ഇൻറ്റു എ എൻ ഡാഷ് ഓഫ് ടി എന്ന് എഴുതാം. നിങ്ങൾക്ക് മനസ്സിലായോ എന്താ ഞാൻ പറഞ്ഞത് എന്ന്? എഫ് ഐകൾ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ഫങ്ഷൻ ഓഫ് എക്സ് വൺ എക്സ് ടു എക്സെട്ര എക്സ് എൻ ആൻഡ് ഈച്ച് എക്സ് ഐ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് അഗെയിൻ എ ഫങ്ഷൻ ഓഫ് ടി. അപ്പോൾ ഓരോന്നിനും നമ്മൾ ചെയിൻ റൂൾ യൂസ് ചെയ്ത് നമ്മൾ ഈ രീതിക്കാണ് നമ്മൾ അവിടുത്തെ ഡെറിവേറ്റീവ് കാണാം. അപ്പോൾ ഇതിന് ഞാൻ എൻ്റെ ഒരു മെട്രിക്സ് നൊട്ടേഷനാക്കി എഴുതാനായിട്ട് ഈ മെട്രിക്സ് ഇൻറ്റു ഈ മെട്രിക്സ് ചെയ്യുമ്പോഴാണല്ലോ മുകളിലുള്ള ആ ഒരു വാല്യൂ കിട്ടുന്നത്. അപ്പോൾ ഞാൻ ഈ രീതിക്ക് മാറ്റി എഴുതി. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മറ്റാരും അല്ല, ആരാണ്? ഡി എഫ് ഐ ഓഫ് എ ഓഫ് ടി ആണ്. ഡോട്ട് ഇതെന്ന് പറഞ്ഞാൽ ഞാൻ എ ഡാഷ് ഓഫ് ടി ആയിട്ടും പറയും. ഓക്കെ, ഇനി നമുക്ക് വേണ്ടത് ജി ഡാഷ് ഓഫ് ടി ആണ്. അപ്പോൾ ജി ഡാഷ് ഓഫ് ടി കിട്ടാനായിട്ട് ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ ജി ഡാഷ് ഓഫ് ടിയുടെ വെക്ടർ ഇക്വേഷനാണ്. അപ്പോൾ നമ്മൾ വെക്ടർ ആക്കുമ്പോൾ നിങ്ങൾ തന്നെ കണ്ടിട്ടുണ്ടാവും, നമ്മൾ കോളം വെക്ടറിനെ റോ വെക്ടർ ആണെങ്കിൽ അയാൾ എങ്ങനെയാക്കി എഴുതും, കോളം വെക്ടർ ആക്കിയിട്ട് ശരിക്കും മാറ്റി എഴുതി നമ്മൾ വെക്ടറായി കണക്കാക്കുമ്പോൾ ചെയ്യുമെന്ന് നേരത്തെയുള്ള ഭാഗങ്ങളിൽ നമ്മൾ കണ്ടതാണ്. സോ ജി ഡാഷ് ഓഫ് ടി എന്ന് പറഞ്ഞാൽ ശരിക്കും ഇതാണ് അല്ലേ. അപ്പോൾ ഇപ്പം നമ്മൾ ഈ ഓരോ കമ്പോണൻസ് ആയ ജി ഐ ഡാഷ് ഓഫ് ടി കണ്ടുപിടിച്ചിട്ടുണ്ട്. അതിൻ്റെ വാല്യൂസ് അങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ ഈ രീതിയിലേക്ക് നമുക്ക് മാറ്റി എഴുതാം. അതായത് ഇതെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ജി ഐ ഡാഷ് ഓഫ് ടി എന്ന് പറയുമ്പോൾ ഇതേ ഇൻറ്റു ഇത് പ്ലസ് ഇതേ ഇൻറ്റു ഇത്, അങ്ങനെ ആ രീതിക്കല്ലേ വന്നിരിക്കുന്നത്. ഡോ എഫ് വൺ എ ഓഫ് ടി ബൈ ഡോ എക്സ് എൻ ഇൻറ്റു എ എൻ ഡാഷ് ഓഫ് ടി, അതാണ് നിങ്ങളുടെ ജി ഐ ഡാഷ് ഓഫ് ടി. അപ്പം അങ്ങനെ നിങ്ങൾ മാറ്റി എഴുതിയാൽ ഈ രണ്ട് മെട്രിക്സസിൻ്റെ പ്രോഡക്റ്റ് ആണ് എന്ന് പറയാം. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഡി ക്യാപിറ്റൽ എഫ് ഓഫ് എ ഓഫ് ടി ഡോട്ട് എ ഡാഷ് ഓഫ് ടി എന്ന് പറഞ്ഞ വെക്ടർ ഇക്വേഷൻ ആക്കിയിട്ട് നിങ്ങൾക്ക് ജി ഡാഷ് ഓഫ് ടീനെ എഴുതാനായിട്ട് സാധിക്കും. അപ്പോൾ ജി ഡാഷ് ഓഫ് ടി എന്ന് പറഞ്ഞാൽ ജി എന്തായിരുന്നു? എഫ് കോമ്പോസിഷൻ എ. ജി ഡാഷ് എന്ന് പറയുമ്പോൾ ഡെറിവേറ്റീവ്. സോ ഡെറിവേറ്റീവ് ഓഫ് എഫ് കോമ്പോസിഷൻ ഓഫ് എ ഓഫ് ടി എന്ന് പറഞ്ഞാൽ അപ്പോൾ നമുക്ക് കിട്ടിയത് ഡി എഫ് ഓഫ് എ ഓഫ് ടി ഡോട്ട് എ ഡാഷ് ഓഫ് ടി എന്ന്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ചെയിൻ റൂൾ 3 എളുപ്പമാണ്. നോക്കിയിട്ട് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ പറയാം.